ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പാർക്ക് ഹോസ്പിറ്റലിൽ ഞാൻ റീജോയിൻ ചെയ്യാൻ പോവാണ്. ഇന്നിപ്പം ഫെബ്രുവരി 1 ആണ്. അപ്പോൾ രാവിലത്തെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇൻട്രോ ആയിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത്, മാറ്റി റെഡിയായി നിന്നപ്പോഴേ കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടോളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. സമയം ഒരു 10 മണിക്കാണ് ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്പാടീനെ അംഗനവാടിയിലേക്ക് ആക്കിയതിന് ശേഷം ഞാനും അച്ചേട്ടനും കൂടെ പാർക്കോലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഇറങ്ങാൻ നോക്കുവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് ഇറങ്ങും. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 6 മണിക്കെങ്ങാണ്ട് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറ് കുക്കറിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതാ ഉഴുന്നിൻ്റെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഉപ്പേരി ക്യാബേജിൻ്റെ പീസാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ പപ്പടമൊക്കെ നിറച്ച് ഇതാ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബോക്സിൽ. അപ്പോൾ ഇന്നിപ്പം ഡേ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 1 ആണ് കേട്ടോ. ഞാൻ പാർക്കോയിൽ ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഇത് 10 മണിക്ക് ശേഷം പാർക്കോയിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി അമ്പാടീനെ അംഗനവാടിയിൽ വിട്ടതിന് ശേഷം വേണം എനിക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, കൊഞ്ചും കല്ലുമക്കായും ഒക്കെ. അപ്പോൾ അതൊക്കെ മുളകിട്ട് ഓൾറെഡി സെറ്റാക്കി വെച്ചായിരുന്നു. അപ്പോൾ തണുപ്പ് മാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ തലേദിവസം സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ പോകുന്നതല്ലേ, അപ്പം കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ്. പിന്നെ എന്താ പറയുക, ഞാൻ ഇതാ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പുറകുവശത്ത് പോയിട്ടോ. നമ്മുടെ കറിവേപ്പില ഉണങ്ങിയൊരവസ്ഥയിലായിരുന്നു. ഇപ്പം പുതുതായിട്ട് തിരിളൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൊളുന്ത് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ നിന്നൊരു എന്താ പറയുക വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇടുന്നത് കേട്ടോ, അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. കാരണം കല്യാണത്തിൻ്റെ തിരക്കും അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ള് ബിസി ആയിരുന്നു. വീട്ടിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഡെയിലി വ്ളോഗ്സ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോ കാണാനും അതേപോലെ എന്താ പറയുക അപ്ലോഡ് ചെയ്യാനും നിങ്ങൾക്ക് കാണിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാനുണ്ട്. സാമ്പാർ ഞാനിത് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് കൊള്ളിച്ചെടുക്കാമെന്ന് കരുതിയിട്ട്. പിന്നെയാണ് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്, കുടിക്കാനുള്ള വെള്ളം എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണം ഇന്ന് പോകാനായിട്ട്. ഇനിയിപ്പോൾ നാളെ മുതൽ ഡ്യൂട്ടിക്ക് കയറേണ്ടി വരും കേട്ടോ. ഇന്നും അതെ, പക്ഷേ എന്തൊക്കെയാണ് ഇന്ന് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് സാമ്പാർ ഓൾറെഡി സെറ്റായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ കൊഞ്ചും കുറച്ച് കല്ലുമക്കായും ഒക്കെ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അമ്പാടിയുമായിട്ടും നല്ല ഉറക്കമാണ്, 2 പേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഞാനിത് രാവിലെ തന്നെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കുറച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ തിരക്കിട്ട് ഓടിപ്പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. മെല്ലെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക കാമൻ ക്വയറ്റായിട്ട് ഒറ്റയ്ക്കിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചൂടുവെള്ളം സെറ്റായതിന് ശേഷം അവൻ്റെ വാട്ടർ ബോട്ടിലും എൻ്റെ കുറച്ച് ഫ്ലാസ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ചോറൊക്കെ ഊറ്റി സെറ്റാക്കി അതൊക്കെ എന്താ പറയുക കാസ്ട്രോളിലേക്ക് ആക്കി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലികൾ പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് പോകാനും ഒരുങ്ങണം. അപ്പോൾ ഇത് ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ഞാൻ ഉച്ചക്കത്തെ ലഞ്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ. മേ ബി ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആവും തോന്നും. എന്നാലും കുഴപ്പമില്ലയെന്ന് കരുതിയിട്ട് ഞാൻ ആദ്യത്തെ ദിവസമല്ലേ ഒന്നും കൊണ്ടുപോയില്ല കേട്ടോ, എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കി എല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം കണ്ടത് ഫുഡൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പാടുകയാണ് കേട്ടോ. എല്ലാ ദിവസവും ഇതേപോലെ കാണണം കേട്ടോ. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകാണല്ലോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇതേപോലെ കണ്ടാൽ കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതാ അവിടെ നിന്ന് തടി തപ്പിയിട്ട് നേരെ അമ്പാടീൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ തണുപ്പ് പിടിച്ചുകൊണ്ട് തന്നെ അമ്മ ഇത് ഈ ഒരു സംഭവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഗായ്സ്, എൻ്റെ ഒരു മറന്നു പോയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ചാണെങ്കിൽ അവിടെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ളത് ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് അമ്പാടിൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കും. ദോശയും കറിയും ഒക്കെ എടുത്തു വെച്ചു. പിന്നെ സ്നാക്സ് ബോക്സിലേക്ക് ഒരു ചെറിയ പീസ് എന്താ പറയുക ചോക്ലേറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പിന്നെ കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ കുറേ പാത്രങ്ങൾ തേച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. സിങ്ക് നിറച്ച് ഫുള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് സൈഡാക്കിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് പല്ലൊക്കെ തേക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. ഈ വെള്ള പേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. കൂടുതൽ ഇഷ്ടം ക്ലോസപ്പിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതാ കോൾഗേറ്റിൻ്റെ വൈറ്റ് പേസ്റ്റൊക്കെ എടുത്ത് തേച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏറ്റവും എഴുന്നേറ്റ് ജാക്കിനെ കൂട്ടിലേക്ക് പിടിച്ചിടും കേട്ടോ, ഗേറ്റൊക്കെ തുറന്നതിന് ശേഷം. അപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്പാടി എഴുന്നേറ്റതേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും ഒക്കെ കഴുകി വൃത്തിയാക്കി, നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറീൻ്റെ പാടുകളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, എണ്ണപ്പാടുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മിനുക്കി എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കേട്ടോ. ഇറങ്ങി പോകുമ്പോൾ ഇല്ല തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ചടപ്പല്ലേ ഈ അടുക്കള വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ. അപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇതാ കിച്ചണൊക്കെ നമ്മൾ ഇതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടതിന് ശേഷം ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. മൊത്തം തുടക്കാനൊന്നും എനിക്ക് നേരെയില്ല. അപ്പോൾ ഞാൻ ഇത് കിച്ചൺ മാത്രം ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഒരു സൈഡിലേക്ക് വെച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി എനിക്ക് പോയിട്ട് റെഡി ആവണം. അമ്പാടിയാണെങ്കിൽ എഴുന്നേറ്റ് അവനും എന്താ പറയുക അംഗനവാടിയിൽ പോകാൻ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഒരുങ്ങാനുള്ള ഒരുക്കപ്പാടുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മേലൊക്കെ കഴുകി തല കുളിച്ചിട്ടില്ല കേട്ടോ, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പാടി ഇതൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവനെന്താ പുതപ്പൊക്കെ പുതച്ച് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ റെഡി ആയതിന് ശേഷം വേണം അവനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് എന്തൊക്കെയോ പറയുകയും കളിക്കുകയോ ഒക്കെ ചെയ്യാണ്. പുതപ്പ് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഏതാണ്ട് 1.5 വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് പാർക്കൂലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ റീജോയിൻ ചെയ്യാണ് കേട്ടോ. ഏതാണ്ട് ഒരു 1.5 വർഷമായും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ ഇന്ന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം അമ്പാടിനെ ഇതാ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് ഓടിക്കളിയാൻ നോക്കുകയാണ് കേട്ടോ. പൗഡറൊന്ന് ഇടാൻ ഇഷ്ടമാണ്, പക്ഷേങ്കിൽ എന്നെ കളിപ്പിക്കാനും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഓടാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ പിടിച്ച് കിടത്തിയിട്ട് അവനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ. രാവിലെ തന്നെ അവൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് കളിക്കാനും അല്ലെങ്കിൽ അവനെ ഒരുക്കി നിർത്തി അവനങ്ങനെ അടി വിടാനും ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേങ്കിൽ ഇനിയിപ്പം കുറേയൊക്കെ അങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കാര്യങ്ങൾ ഇവിടെ പോക്കുണ്ടാവുക കേട്ടോ. എല്ലാം വരും വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നിപ്പം ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞാൻ പാർക്കോയിൽ പോകുന്നതും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ബാക്കി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞാനിത് റെഡിയായി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അമ്പാടീനെ നേരെ അംഗനവാടിയിലാക്കിയതിന് ശേഷം വേണം അജേട്ടൻ എന്നെ കൊണ്ടുപോയി വിടും കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എല്ലാം ഒരുക്കി സെറ്റാക്കി വെച്ചല്ലോ. അപ്പോൾ പ്ലേറ്റൊക്കെ എടുത്ത് ഞാൻ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ്. ദോശ ഞാൻ ഒന്നേ കഴിക്കുന്നുള്ളൂ കേട്ടോ. കാരണം എനിക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇച്ചിരി ചടപ്പുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ ദോശയൊക്കെ ആണെങ്കിൽ കടലക്കറിയൊക്കെ ആണെങ്കിൽ 2 ദോശയൊക്കെ കഴിക്കും. അപ്പോൾ ഇന്നിപ്പം സാമ്പാറാണ്, ഒറ്റ ദോശ എടുത്തുള്ളൂ. എന്താണെന്നറിയില്ല കേട്ടോ. രാവിലെ തന്നെ കഴിക്കാനൊന്നും അതെനിക്ക് ഇഷ്ടമില്ല. കുറച്ച് ഒരു 10 മണിയൊക്കെ ആവും എനിക്ക് കഴിക്കാൻ ഇഷ്ടം, അങ്ങനെയാണ്. അപ്പോൾ ഏതാണ്ട് സമയമായിട്ടുണ്ട്, എന്നാലും എനിക്ക് കഴിക്കാൻ അത്ര ഇതില്ല. പിന്നെ ഞാൻ സിട്രസിനൊക്കെ കുടിക്കുകയാണ് കേട്ടോ. കാരണം തണുപ്പ് പിടിച്ചിട്ട് വയ്യായിരുന്നു. കാരണം മൂക്കൊലിപ്പും ഒക്കെ ചെറിയ രീതിയിലുണ്ട്. എല്ലാവർക്കും കോൾഡ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പാടീൻ്റെ കുട്ടി ബാഗും എൻ്റെ വലിയ ബാഗും ഒക്കെ എടുത്ത് ഞാൻ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പാടി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിത് വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അവനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 9:45 ആയിട്ടുണ്ടായിരുന്നു. അമ്പാടി അംഗനവാടിയിലേക്ക് പോവാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോകാനായിട്ട്. ഒട്ടും മടിയും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛാ ക്യാമറ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവന് ഭയങ്കര മടിയാണ് ക്യാമറയിൽ വരാനും നോക്കാനും പിടിക്കാനും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ തന്നെ. അങ്ങനെ അവനിതാ അംഗനവാടിയിലാക്കിയിട്ട് ഞാനിതാ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു വൈകുന്നേരം ഒരു 3:30 ആകുന്നപ്പോഴത്തേക്കും അവനെ അവിടെ നിന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നേരെ ഹൈവേയിലൂടെ പാർക്കോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാർക്ക് പോലെ ഇന്നിപ്പം എന്നെപ്പോലെ പുതുതായിട്ടല്ല, ഞാൻ റീജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളവരും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പാർക്കോൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് HR പോവാണ് കേട്ടോ. അപ്പോൾ HR എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് എന്താ പറയുക, കുറച്ച് പേപ്പേഴ്സൊക്കെ ഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഉച്ചയായ പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ഞാനും ഒരു ഫ്രണ്ടും അവിടുന്ന് പരിചയപ്പെട്ടാണ് കേട്ടോ നേരെ പ്രകാശ് ഹോട്ടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ലഞ്ച് കിട്ടും കേട്ടോ. ചോറിനൊപ്പം നല്ല തേങ്ങ അരച്ച സാമ്പാറും അതേപോലെ പച്ചടിയും അച്ചാറും പിന്നെ നല്ല ഉപ്പേരിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം യൂണിഫോമിൻ്റെ കാര്യങ്ങളും ഒക്കെ ട്രൈ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണ് പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ബസ്സിനല്ല എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാണ് ഞാൻ തിരിച്ചു പോകുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം കുറേ ദിവസങ്ങളായാലും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ തന്നെ നടന്നു പോകണം. പക്ഷേ ബസ്സിന് പോയതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ പിന്നെ അമ്പടിനൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത് വത്തക്കയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് ഡയറി മിൽക്ക് എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, TV ഒക്കെ കണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.